താത്തയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് നമുക്ക് പ്രതികരിക്കാം. ഹായ് ഹലോ. ഹായ്. അതെ, ജസ്ന തലയിൽ തട്ടമിട്ടു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കിടന്നിട്ട് കുറെ ആൾക്കാർ വെപ്രാളപ്പെടുന്നു. എന്നാത്തിനാ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ജസ്ന തട്ടമിടുകയും ചെയ്യും, പൊട്ടുകുത്തനെ പൊട്ടുകുത്തുകയും ചെയ്യും. അത് പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്കറിയാം. നീ തോന്നുമ്പോൾ തോന്നണ പോലെ ജെട്ടി ഇടുക, അതാണല്ലോ നിന്റെ പരിപാടി. അപ്പം തെട്ടമിട ഊര ഇത് ഞങ്ങൾക്ക് അറിയാം കുഞ്ഞെ. നീ ഇങ്ങനെ പ്രത്യേകിച്ച് വന്ന് എടുത്തു പറയൊന്നും വേണ്ട. നിന്റെ സ്വഭാവം ഇതിനോടകം ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കി ജസ്റ്റ് തട്ടമിടുകയും ചെയ്യും, പൊട്ടുകുത്തനെ പൊട്ടുകുത്തുകയും ചെയ്യും. ജസ്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ ഒരു 1.5 പ്രഖ്യാപനമായിരുന്നില്ലേ? കേരളം കത്തി. കേട്ട് കാണില്ല. കേട്ടു. കേൾക്കാത്തത് കൊണ്ടാണ്. അയ്യോ, കേൾക്കാത്തത് കൊണ്ടല്ല ചേച്ചീനെ ഇപ്പം ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ചേച്ചിയല്ല, സോറി, താത്തേനെ ഇപ്പം ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങളൊന്നും കേൾക്കാത്തത് കൊണ്ടല്ല, കേട്ടിട്ടുണ്ട്. ഇത്ര വിഷയം വന്നത്. താത്ത ഊരോ ഇടോ എന്ത് ചെയ്താലും ഇവിടെ ഒരു വിഷയമില്ല. പക്ഷെ താത്തേനെ ഈ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? എടി, നട്ടില് വേണം, ഒരു നിലപാട് വേണം, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. അത് നിനക്കില്ലാത്തത് കൊണ്ടാണ് ദേ നിന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചാമ്പുന്നത്. അതായത് ഉത്തമ്മ പറ. മതം കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ട് കാണില്ല. കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വിഷയം വന്നത്. അതായത് ജസിയക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മതമില്ലാത്ത ആളെന്തിനെ പൊട്ടുകുത്തണം? നാക്കിനില്ലാത്തവള് പലതും വിളിച്ചു പറയും. നമ്മൾ ആ രീതിയിൽ എടുക്കുന്നുള്ളൂ. പിന്നെ നിനക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് ഡോക്ടർക്കിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മോള് പയ്യെ സംസാരിച്ചാൽ മതി. തട്ടമിടണം എന്നുള്ള ചോദ്യം അതായത് ആരും ചോദിക്കാൻ വരില്ല. കാര്യം എന്താണെന്നറിയോ? തന്തയില്ലായ്മ കാണിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നിന്നെ പോലെ ഒരാളുടെ അടുത്ത് വന്നിട്ട് അയ്യോ എന്താ ജസ്ന തട്ടം ഊരി, അയ്യോ എന്താ ജസ്ന തട്ടം ഇട്ടു എന്നൊന്നും ഒരാളും ചോദിക്കാൻ വരില്ലടി. നീ ഇങ്ങനെ കിടന്ന് പെടയ്ക്കാതെ ശ്വാസം വിട്ടു പറയൂ ജസ്ന. ജസ്യക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മതമില്ലാത്ത ആളെന്തിനെ പൊട്ടുകുത്തണം, തട്ടമിടണം എന്നുള്ള ചോദ്യം വരും. മതമില്ലാത്ത ആൾക്കാർ അത്തരത്തിലാണ് ജീവിക്കുക. അവരും ഒരു മതത്തിൻ്റെതായ യാതൊരുവിധ പൊട്ടുകുത്തുകയോ തട്ടമിടുകയോ കുരിശ് വരയ്ക്കുകയോ കുരിശിടുകയോ ചെയ്യാറില്ല. നിന്നെ പോലെ രണ്ടും കെട്ട തരത്തിൽ കാണിക്കുന്ന ആൾക്കാരെ എന്ത് പറയണം എൻ്റെ ജസ്? ചോദ്യമായിട്ടല്ല, കമന്റ് രൂപത്തിൽ. എൻ്റെ കണ്ട ജസ്നയ്ക്ക് ഇളകും. എനിക്ക് മതം ഇല്ല എന്ന് പറയാൻ കാരണം ഒരു മതത്തിന്റെ കീഴിലും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഹിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയോ? പുട്ടടിക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് കണ്ണന വരയ്ക്കാൻ പറ്റൂല. എന്നിട്ട് സ്വന്തം മതത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംഖ്യകളെ കൂട്ടുപിടിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല, ഇപ്പോൾ ഒന്നുമില്ല. ചേച്ചി കിടന്ന് വെറുതെ മസിൽ പിടിക്കണ്ട. ഒരു മതത്തിന്റെ കീഴിലും, അത് ഇസ്ലാം മതമായി, ഹിന്ദു മതമായി, ക്രിസ്ത്യൻ മതമായി, ഞാൻ പറഞ്ഞിരിക്കുന്നത് 3 മതത്തെയും എൻ്റെ ഒരു അറിവിൽ ഇവളെ എല്ലാ മതത്തിൽ നിന്നും മാറ്റി പുറത്താക്കി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഹിന്ദുക്കളോ സംഖ്യകളോ അടുപ്പിക്കുന്നില്ല. മുസ്ലിങ്ങൾ തെറിയോട് തെറി. പിന്നെ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഒട്ടും വേണ്ടതാനും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കുരിശ് വരച്ച് നോക്കി, പള്ളിയിൽ പോയി നോക്കി, മെഴുകുതിരി കത്തിച്ച് നോക്കി. പക്ഷെ അതങ്ങോട്ട് ഏറ്റില്ല. അതാണ് ക്രിസ്ത്യാനികൾ സാധനത്തിന് എടുക്കുന്നില്ല. ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. എന്തിന് ഈ 3 എണ്ണത്തിലും കിടന്ന് വരകാൻ ഒരാളും പറഞ്ഞിട്ടില്ല നിന്നോട്? നിനക്ക് ഞം അടിക്കാനല്ലേടി നീ കിടന്ന് കാണിക്കുന്നത്? ഇത് ഇവിടെ ആർക്കാടി അറിയാത്തത്? അപ്പം മതമില്ല എന്ന് പറയാനുള്ള വ്യക്തമായിട്ടുള്ള കാരണം അതാണ്. ഇത്താത്ത ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. പക്ഷെ നമുക്ക് ചിരിയാണ് ഇത് കേട്ടിട്ട് വരുന്നത്. ഭയങ്കര സീരിയസ്, ഭയങ്കരമായിട്ട് എന്തോ ഒന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പെടാപ്പാട് അവിടെ പെടുന്നുണ്ട്. പക്ഷെ
മോളെ ഇതും ചീറ്റി. എന്നുവെച്ചാൽ എനിക്ക് ഇസ്ലാം മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും, ഹിന്ദു മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും. അതെ അതെ, നിനക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും, അത് ഞങ്ങൾക്കറിയാം. ക്രിസ്ത്യൻ മതത്തെ ഉൾക്കൊള്ളാൻ പറ്റും. അതുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? അറിഞ്ഞില്ലടി, സോറിടി. എന്ന് വെച്ചിട്ട് ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി ആ മതത്തിന്റെ അത് ശരിയാ, ഒരെണ്ണത്തിലും മാത്രം ഒതുങ്ങില്ല, എല്ലാത്തിലും കയറി വിരകുന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അനുഷ്ഠാനങ്ങൾ മാത്രം കൊണ്ടുപോയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും താല്പര്യമില്ല. എനിക്ക് ഒന്നിൽ കൂടുതൽ വേണം, എന്നാലേ എനിക്കൊരു ഇതുള്ളൂ. ഒരെണ്ണത്തിലൊന്നും നമ്മൾ ഒതുങ്ങൂല, എനിക്ക് മിനിമം 3 എണ്ണമെങ്കിലും വേണം. അതാണ് ഓളുടെ പോളിസി. തോന്നിയാൽ ഞാൻ തട്ടമിടും, എനിക്ക് പൊട്ട് കുത്തണമെന്ന് തോന്നിയാൽ ഞാൻ പൊട്ട് കുത്തും, ഇനി കുരിശ് വരയ്ക്കണമെന്നാ തോന്നുന്നതെങ്കിൽ അതും ചെയ്യും. കാരണം എന്താ? പക്ഷേ എടി ജസ്ന, നീ ഇവിടെ എന്ത് കാണിച്ചാലും ഇവിടെ നിന്നൊരാൾക്കും വേണ്ടാത്ത അവസ്ഥയപ്പോ. ഈ ട്രെൻഡ് കഴിഞ്ഞു എന്ന് ഞാൻ പണ്ട് പറഞ്ഞില്ലേ. കുരിശ് വരയ്ക്കണവർക്കാണെങ്കിൽ നിന്നെ ഒട്ടും വേണ്ട. നീ ഈ കുരിശൊക്കെ വരച്ച് കാണിച്ചിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ല, ഇവിടെ നിന്നിപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ഏതെങ്കിലും പഴയ സംഖ്യകളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണവർക്ക് ഇത് വാങ്ങിച്ചിട്ട് വേണമല്ലോ മുസ്ലിങ്ങൾക്കിട്ട് പണി കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പഴയ സംഖ്യകൾ ആരെങ്കിലും 1-2 ഫോട്ടോ ഒക്കെ മേടിച്ചെന്നിരിക്കും. അത് കണ്ടിട്ട് നീ വല്ലാണ്ട് ആടണ്ട. കാരണം നീ ഇപ്പോൾ ഇവിടെ യാതൊരു വിധ ഒരു പാഴ് വസ്തു, വേസ്റ്റ്, അത്രേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? കാരണമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം എന്താ വെച്ചാല്, നിങ്ങളല്ല എനിക്ക് ചെലവിന് തരുന്നത്, അത് തന്നെയാ കാരണം. അതാണ് ചെലവിന് തരേണ്ട ആൾക്കാർ തരുന്നില്ല, അതുകൊണ്ട് നാട്ടുകാരോട് തെണ്ടി ജീവിക്കുന്നു. പേരിൻ്റെ അറ്റത്തൊരു വാല് ചേർത്തുകൊണ്ട് കൂട്ടാരാ നമ്മുടെ കണാരനെയും കൂട്ടി ആളുകളെ പറ്റിക്കാൻ ഇറങ്ങിക്കഴിയുമ്പോൾ ചെലവിന് തരേണ്ടവർ തരാത്തത് കൊണ്ടാണല്ലോ ഇമാതിരി ഫ്രോഡ് പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. 1 അല്ല 3 വേണ്ടത്. ഒരെണ്ണത്തിൽ താല്പര്യമില്ല, എനിക്ക് 3 കൂടിയേ പറ്റുള്ളൂ എന്നാണ് താത്ത പറയുന്നത്. ഞാനേ സ്വന്തമായിട്ട് നയിച്ചിട്ട് ഇദ്ദേഹത്തെ വരച്ച് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നല്ല സുഖമായിട്ട്. വരുമാനം ഇപ്പൊ കുറവാണെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. ഇപ്പൊ പണ്ടത്തെ പോലെ ഫോട്ടോ ഒന്നും ആരും വാങ്ങിക്കുന്നില്ലല്ലോടി. ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാന് ദൈവങ്ങൾ. പിന്നെ നിന്റെ ഹജ്ജിന് പോക്ക്, എൻ്റെ ഉമ്മാനും ഉപ്പാനും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഫോട്ടോ വാങ്ങി സഹായിക്കണേ, അതും ഏറ്റില്ല. ഇപ്പൊ പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നടക്കട്ടെ. പേടിച്ചാ പോരെ? നിങ്ങളെയും കൂടി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പേടിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. യേശുവിനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളെ പേടിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് കഥ മാറിയത്. അപ്പൊ എന്ത് ചെയ്യടി? പഠിച്ചവനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. ശ്രീകൃഷ്ണനെ പേടിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി യേശുവിനെ പേടിക്കുന്നുണ്ടോ? അതുണ്ട്. പോയില്ലേ? 3 കൂട്ടക്കാരും കൂടി നിന്നെ പൊങ്കാല എടുത്തിട്ട് അമ്മാനാടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിന്റെ ഈ 3 വെള്ളത്തിലും കൂടിയുള്ള ഈ കാലുവെപ്പ്, ഇത്രയും മാത്രം വെള്ളത്തിൽ കുത്താനുള്ള കാലുണ്ടോടി നിനക്ക്? അപ്പം കവയായിരിക്കില്ല കീറുക. ഇതിന് മാത്രം കീറാൻ ഉള്ളതുണ്ടോ നിനക്ക്? എനിക്കറിയാൻ പാടാണ്ട് ചോദിക്കുകയാണ്. 3 വെള്ളത്തിൽ ഒരുമിച്ച് കുത്തി നിന്ന് തുഴയാൻ മാത്രം ഉണ്ടോടി നീ? പേടിക്കുന്നേ ഇല്ല. വേണ്ട. പേടിക്കാത്തിടത്തോളം കാലം ഞാൻ തട്ടമിടുകയും ചെയ്യും, പൊട്ടുകുത്തുകയും ചെയ്യും, കുരിശ് വരയ്ക്കുകയും ചെയ്യും. ആയിക്കോട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആർക്കും വേണ്ടാത്ത ഒരു പാഴ് വസ്തുവായിട്ട് ഇതിങ്ങനെ മൂലയ്ക്ക് കുത്തിയിരുന്നിട്ട് നാട്ടുകാരെ തെറി പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങിക്കാം. അതോർത്തിട്ട് നിങ്ങൾ വെറുതെ വേവലാതിപ്പെടണ്ട. എന്തിനാണ് നിങ്ങൾ അതോർത്ത് പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടുന്നത്? പ്രായം. എൻ്റെ പൊന്നാര താത്തയുടെ കാര്യം ഓർത്ത് പ്രഷർ കൂട്ടാനായിട്ട് നമുക്കിവിടെ തലയ്ക്ക് വെളിവില്ലായ്മയൊന്നുമില്ല, മനസ്സിലായില്ലേ? നമുക്ക് നല്ല ആർക്കും ഇല്ല. താത്ത ഇവിടെ കേരളത്തിൽ ഒരു നേരം പോക്കാണിപ്പോൾ, ഒരു ജോക്കർ, അത്രയേ ഉള്ളൂ, ഒരു കോമഡി പീസ്.